ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കാൻ പോകും. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു പ്രേതത്തിൻ്റെ പോസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ 2ാം പാർട്ടാണ്. അപ്പോൾ അത് എന്താണ് ആ കഥ, ഇത് റിയലാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൈസ്, അതൊരു സ്റ്റോറിയാണ്. സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്റ്റോറി നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ക്രിസ്ത്യാനോ രാജായ പോർച്ചുഗൽ വെച്ചാണ്. അപ്പോൾ പോർച്ചുഗൽ സിൻട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാർ അപകടത്തിൻ്റെ കഥയാണിത്. ഒരു സംഘം യുവാക്കൾ ഒരു രാത്രിയിൽ കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പം തെരേസ ഫെഡാൽഡോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സാധാരണ ലിഫ്റ്റ് ചോദിക്കുന്ന പോലെ കാർ ലിഫ്റ്റ് ചോദിക്കുകയാണ്. അങ്ങനെ ആ യുവാക്കൾ സാധാരണ ലിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ആ കാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞാണ്, ഞാൻ മരിച്ചിട്ട് 2 വർഷമായിരുന്നു. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ വിശ്വസിക്കില്ല. അതുപോലെ ആ യുവാക്കൾ വിശ്വസിച്ചില്ല. അവർ ചുമ്മാ ഇതിനൊരു ഫണ്ണി ആയിട്ട് എടുത്തുകൊണ്ട് അവർ ചുമ്മാ കുറേ റീൽസോ അല്ല വീഡിയോസ് എടുക്കുകയാണ്. പിന്നീട് കുറച്ചുകൂടെ കാലം മുമ്പിലോട്ട് പോകുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെയാണ് മരിച്ചതെന്ന്. പിന്നീട് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ആ കാർ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ കാറിന് അപകടം പറ്റി. ആ കാർ എങ്ങനെ അപകടം പറ്റിയെന്ന് അറിയത്തില്ല. ആ 2 യുവാക്കൾ മരണപ്പെട്ടു പോവുകയാണ്. പിന്നീട് പോലീസ് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഈ യുവാക്കളുടെ ഈ ഫോൺ കിട്ടുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ പെൺകുട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ മുഖം മാറുകയും പിന്നീട് ആ പെൺകുട്ടി തന്നെ വാനിഷായി പോകുക, പെണ്ണുകളെ കാണാതായി പോവുകയും പിന്നീടാണ് കാർ അപകടത്തിലാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ പോലീസുകാർ ഈ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ 2 വർഷം മുമ്പ് മരണപ്പെട്ടേന്. അങ്ങനെ പോലീസുകാർ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതിന് മുമ്പ് എന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്ന 2 വർഷം മുമ്പ് ഇതേപോലെ ഒരു പെൺകുട്ടി ആ റോഡിൽ വെച്ച് ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് എന്നാണ് അന്ന് പോലീസുകാർ കണ്ടുപിടിച്ചത്. അങ്ങനെ പിന്നീട് ഈ വാർത്ത നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ആ ഒരു സമയത്ത് വൈറലാവുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ ഈ വീഡിയോ പുറത്തുനിന്ന് 2003 ഈ വീഡിയോ വൈറലാകുന്നത്. അങ്ങനെ ഈ വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ഇതൊരു ഷോർട്ട് ഫിലിമാണ്, അല്ലാതെ ഇതൊരു റിയൽ സ്റ്റോറി അല്ല. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് സംവിധായകനായ ഡേവിഡ് റോബർട്ടോ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ഇറക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പെൺകുട്ടി സത്യം പറഞ്ഞാൽ പോർച്ചുഗലിൽ നടിയാണ്. എന്നാൽ ആ സമയത്ത് ആ ഒരു വീഡിയോ വൈറലായി യഥാർത്ഥത്തിലുള്ളതാണ്, റിയാലിറ്റി ആണെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുക. അത് ആ സമയത്ത് നല്ല രീതി വൈറലാകുകയും ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ഫിലിമാണ്, ഇതിനകത്ത് ഒരു സത്യാവസ്ഥയില്ല. ഇതിനെക്കുറിച്ച് പല മെസ്സേജുകൾ ഗൂഗിളിൽ അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഫേക്കാണ്. ഇപ്പോൾ വന്ന ആ ഒരു മെസ്സേജും അത് ഫേക്കാണ്. ഗൈസ്, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.